പലരും പറയും പോലെ, കരുതും പോലെ അവർ കൂടെ നിന്നില്ലെന്നല്ല, അവരൊന്നും ചെയ്തില്ലെന്നല്ല, അവർ സഹായിച്ചില്ലെന്നല്ല, ചേർത്ത് പിടിച്ചില്ലെന്നല്ല, ആശ്വസിപ്പിച്ചില്ലെന്നല്ല. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നിൻ്റെ അവസ്ഥ കണ്ടിട്ടായിരിക്കാം നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് മാനുഷികമായി ചിന്തിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കാം അവരങ്ങ് കൈവിട്ടു, അവരങ്ങ് ഉപേക്ഷിച്ചു, വലിച്ചെറിഞ്ഞ് ദൂരെ മാറി നിൽക്കുക അല്ലേ? വല്ലാത്ത സങ്കടം. അതെ, നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞത്, അവിടെ നിന്ന് അവർ ഇന്നലകളിൽ ചേർത്ത് പിടിച്ച്, ഇന്നലകളിൽ ബലപ്പെടുത്തി, കൈത്താങ്ങി കൊണ്ട് നടന്നവർ വലിച്ചെറിഞ്ഞ ആ സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ വലിച്ചെടുക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രേസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഉപവാസത്തോടും പ്രാർത്ഥനയോടും പ്രേസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. അതേ, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് നിന്നോട് അറിയിച്ചു. അവിടെ നിന്ന് അവർ എവിടെയാണോ വലിച്ചെറിഞ്ഞത് അവിടെ നിന്ന് എൻ്റെ യേശു നിന്നെ വലിച്ചെടുക്കും. വാക്യ തെളിവിലേക്ക് നോക്കൂ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശേ എന്ന് പേരിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, നിൻ്റെ പേർ ഇന്നു മുതൽ മോശേ എന്ന് മാറുവാൻ പോകുന്നു. കാരണം ദൈവം നീ എറിയപ്പെട്ട, നീ തള്ളപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഇനി പ്രയോജനപ്പെടത്തില്ല എന്ന് അവർ കരുതി നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞ സ്ഥാനത്ത് നിന്ന് വലിച്ചെടുക്കുവാൻ പോകുന്നു. ഓ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ. നോക്കൂ, ഒരു സമയം വരെ അവർക്ക് പ്രതീക്ഷയായിരുന്നു. വാഗ്ദത്ത സന്തതി ശിശു സുന്ദരനായിരിക്കുന്നു എന്ന് ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ അറിഞ്ഞു എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരമ്മയ്ക്ക് സുന്ദരനായ ഒരു കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ ജനിച്ചു എന്നാണോ അർത്ഥം? അല്ല. എല്ലാ അമ്മയപ്പന്മാർക്കും, എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമ്മുടെ മക്കൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനും സുന്ദരിയും ഒക്കെ. ഓ, ആമേൻ. അപ്പോൾ ഇവിടെ എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കാരണം അവർ കണ്ട സൗന്ദര്യം വാഗ്ദത്തത്തിൻ്റേതായിരുന്നു, അവരുടെ വീണ്ടെടുപ്പിൻ്റേതായിരുന്നു, അവരുടെ കഷ്ടപ്പാടിന് അറുതി വരുത്തുമെന്ന് അവർ കരുതിയ വാഗ്ദത്ത സന്തതി ദൈവം അവരെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ അവർക്ക് നൽകിയ വാഗ്ദത്ത സന്തതി. അവർ പ്രതീക്ഷയോടെ അവനെ വളർത്തി, പ്രതീക്ഷയോടെ അവനെ ചേർത്ത് പിടിക്കുവാൻ ശ്രമിച്ചു. അവൻ വാഗ്ദത്ത സന്തതിയായി വളരും എന്ന് കരുതി. എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, ഇവനെ വളർത്തുവാനോ, ഇവൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി, ഞങ്ങളുടെ രക്ഷകനായി മാറുന്നൊരു സാഹചര്യമോ നിലവിലില്ല. അതിന് യാതൊരു സാധ്യതയുമില്ല. ഞങ്ങൾ കണ്ട സൗന്ദര്യം വ്യർത്ഥമാണ്. അല്ലേ സഹോദര? നിന്നെക്കുറിച്ച് ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അതിലുള്ളതും ചേർത്ത് വെച്ചതും സ്വന്തക്കാരിൽ നിന്ന് വാങ്ങിച്ചതുമൊക്കെ നിൻ്റെ കയ്യിൽ തരാൻ ആദ്യമൊക്കെ ഒരു മടിയുമില്ലായിരുന്നു. നിൻ്റെ ഭാര്യയ്ക്ക് തന്നെ, അവരുടെ വീട്ടുകാർക്കും നിൻ്റെ വീട്ടുകാർക്കും ഒക്കെ സെയിം, അവർക്കൊരു മടിയുമില്ലായിരുന്നു. പക്ഷേ പോകെ പോകെ അവർക്ക് മനസ്സിലായി, നീ രക്ഷപ്പെടത്തില്ല. അല്ലേ? കൈ തന്നതെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചു. എത്രയെന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ. ഇവിടെ മോശയുടെ അമ്മയും അപ്പനും പോലും ഒരു സമയം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. എവിടെയാ? നൈൽ നദിയിൽ ഒരു ഞാങ്ങണ പെട്ടകത്തിനകത്താക്കി. ഞാങ്ങണ എന്ന് പറയുമ്പോൾ അന്ന് പേപ്പറിന് പകരമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചെടി, ഈ ആറ്റിൻ്റെ തീരത്തൊക്കെയുള്ള ആറ്റുവഞ്ചി എന്ന് പറയുന്നത് പോലെ, അങ്ങനെ ആയിരിക്കാം കേട്ടോ. അങ്ങനെ ഒരു ചെടി കൊണ്ടൊരു ബോട്ടുണ്ടാക്കി നമ്മൾ പിള്ളേരൊക്കെ മഴയത്ത് ചെറുതിലെ പേപ്പർ കൊണ്ട് വള്ളം ഉണ്ടാക്കി ഇങ്ങനെ വിടും പോലെ ഒരു പേപ്പർ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് കയറ്റി അങ്ങ് വിടുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഉപേക്ഷിച്ചു. ഇനി വയ്യ, ഇനി സംരക്ഷിക്കാൻ പറ്റത്തില്ല, ഇനി ഇവനിൽ പ്രതീക്ഷ വയ്ക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഉപേക്ഷിച്ചു. അയ്യോ പാസ്റ്റർ, ശരിയാണ്, ഇപ്പോൾ ആരുമില്ല.
എന്നിൽ ആർക്കും ഒരു പ്രതീക്ഷയില്ല, എന്നിലൂടെ ഒരു നല്ല കാലം അവർക്കുണ്ടാകുമെന്ന് അവർക്ക് സ്വപ്നം കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ കേൾക്ക്, നിന്നിലൂടെ നിൻ്റെ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പ്, നിൻ്റെ കുടുംബത്തിൻ്റെ നല്ല ഭാവി, നിൻ്റെ മുൻപോട്ടുള്ള ഐശ്വര്യമായ ജീവിതം അത് വാഗ്ദാനം ചെയ്തത് മനുഷ്യരല്ല, നിന്നെ അറിയുന്നവരല്ല, നിൻ്റെ പ്രിയപ്പെട്ടവരല്ല, എൻ്റെ ദൈവമാണ്. ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചവർ കാണുകെ നീ ഉപേക്ഷിക്കപ്പെട്ട സ്ഥാനത്തു നിന്ന് നിന്നെ വലിച്ചെടുക്കും. അതേ, നീ തള്ളിക്കളയപ്പെട്ട സ്ഥാനത്തു നിന്ന്, നീ പരാജിതനെന്ന് ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് എറിഞ്ഞു കളയപ്പെട്ട സ്ഥാനത്തു നിന്ന് എൻ്റെ ദൈവം നിന്നെ വലിച്ചെടുക്കും. റാബാലമ ഷെഖനെ റാധൂറിയ ഷബല റധരെ ഷന്ധാരകനെ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, ആദ്യമൊക്കെ അവർ വിചാരിച്ചു, സ്തോത്ര, നീ ചെന്ന് കയറിയപ്പോൾ ഒരു പരീക്ഷണ വസ്തുവായിരുന്നു നീ മുഖാന്തരം അവരുടെ മകൻ മാനസാന്തരപ്പെടും, അവരുടെ മകൻ്റെ ജീവിതത്തിലൊരു നല്ലതുണ്ടാകും. അതാ പലപ്പോഴും സങ്കടമല്ലേ, നിന്നെ പരിഗണിക്കുന്നേ ഇല്ല. നീ നന്നായിരിക്കുന്നു, നീ സന്തോഷമായിട്ടിരിക്കുന്നു. പല അമ്മയപ്പന്മാരും അങ്ങനെയാണ്. ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു പരീക്ഷണം പോലെ. പ്രിയരെ, നിങ്ങളുടെ പരീക്ഷണ വസ്തുവൊന്നും അല്ല ഒരു ഭവനത്തിൽ വളരുന്ന ഒരു പെൺകൊച്ചാകട്ടെ ആൺകൊച്ചാകട്ടെ. നിങ്ങളുടെ മകനോ മകളോ നന്നായിരിക്കാൻ വേണ്ടി ഒരു വിവാഹം കഴിപ്പിക്കാം, അങ്ങനെയല്ല. അങ്ങനെയുള്ള തെറ്റായ ചിന്തകളൊക്കെ ചിന്തകളോട് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ തയ്യാറാകുക. നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുന്ന ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ അനുഗ്രഹമായി അവൻ്റെ അവൻ്റെ നല്ല ഭാവിയായി മാറുന്ന മകനെ മകളെ ദൈവം നിങ്ങൾക്ക് തരും. പരീക്ഷണ വസ്തുവായി നിങ്ങളുടെ ഭവനത്തിനകത്ത് കടന്നു വരുന്ന അനുഭവം ഉണ്ടാകത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാണോ? എന്നാൽ കോണ്ടാക്ട് ചെയ്യും. ആമേൻ. ഇപ്പോൾ തള്ളിക്കളഞ്ഞു, അവരൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. വിചാരിച്ച പോലെ ഒന്നും നടക്കാതായപ്പോൾ നീയും കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ നേടാം, നീയും കൂടെ വന്നിട്ട് അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് കാണാമെന്ന് പറഞ്ഞ് കൂടെ നിന്നവരൊക്കെ നീ ശ്രമിച്ചില്ലെന്നില്ല, നീ പലതും ചെയ്തു. അവരും ആദ്യമൊക്കെ കൂടെ നിന്നു കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല, അല്ലേ സഹോദരി? എല്ലാം അവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ മാനുഷികമായിട്ട് അങ്ങ് തള്ളിക്കളഞ്ഞ് അപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുക, നീ ഇപ്പോൾ മുങ്ങിച്ചാവുമെന്ന്. മുങ്ങിച്ചാകാനല്ലല്ലോ നിന്നെ ആ ഭവനത്തിലേക്ക് കർത്താവ് അയച്ചത്. അവർ സ്വപ്നം കണ്ടാലും ഇല്ലെങ്കിലും നിന്നിലൂടെ അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. എൻ്റെ ദൈവം നിന്നിലൂടെ ആ ഭവനത്തിനകത്ത് ചിലത് പ്രവർത്തിക്കുവാൻ പോകുന്നു. അതിന് തക്കവണ്ണം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥാനത്തു നിന്ന് എൻ്റെ ദൈവം നിന്നെ വലിച്ചെടുക്കുക. ഓ റീതലമാ ഷെഖനെ, നിൻ്റെ കുടുംബത്തിൻ്റെ പേരായി, പെരുമയായി, പ്രശസ്തിയായി നീ മാറുവാൻ തക്കവണ്ണം ഉപേക്ഷിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ വലിച്ചെടുക്കുക. മക്കളെ, അപ്പോൾ പാസ്റ്റർ പറയണ്ട, ഇത്രയും പറഞ്ഞ് നിങ്ങൾ ഇതിലപ്പുറം പറഞ്ഞാൽ ഞങ്ങൾ കരഞ്ഞൊക്കെ പോകും. ആമേൻ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അമ്മയപ്പന്മാരുടെ സന്തോഷമായി അവർക്ക് വേണ്ടി പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പല പല പ്ലാനിങ്ങുകൾ, പദ്ധതികൾ. പക്ഷേ എന്തു ചെയ്യാം, പ്ലാനിങ്ങും പദ്ധതിയും മാത്രമല്ലേ ഉള്ളൂ. ദൗർഭാഗ്യവശാൽ ഈ സമയം വല്ലാത്ത സങ്കടമല്ലേ മോളെ, നിനക്കിനി തീറ്റി തരാൻ വയ്യെന്ന് പറഞ്ഞ്, നിനക്ക് വേണ്ടി ഇനി അധ്വാനിക്കാൻ വയ്യെന്ന് പറഞ്ഞ്, നിനക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആ വീട്ടിനകത്ത് ഒരാളായിട്ട് നിന്നെ കാണാത്ത, അതാ പലപ്പോഴും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകണമെന്ന്, ആ വീട്ടിനകത്ത് ഇരിക്കേണ്ട, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്ന്. പക്ഷെ എവിടെ പോവും? വല്ലാത്തൊരവസ്ഥയിലാണ്. അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചു. അവരുടെ അവസ്ഥ ഉണ്ടാകട്ടോ, അവരൊരുപാട് പ്രതീക്ഷിച്ചു, നിന്നിൽ ഒരുപാട് പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ നിന്നാൽ പൂവണിയാത്തത് കൊണ്ട് അവർ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു നിന്നെ വലിച്ചെടുക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവനായി മോശ നൈൽ നദിയിൽ ഒടുങ്ങിപ്പോകുവാൻ അനുവദിക്കാത്ത ദൈവം നീയും നശിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല. അവിടെ നിന്ന് എൻ്റെ ദൈവം നിന്നെ വലിച്ചെടുക്കുക. റാധൂറിയ ഷബല റധരെ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ. എല്ലാവരും കൈവിട്ടു, ഡോക്ടർമാർ കൈവിട്ടു, പാസ്റ്റർ നോ, എൻ്റെ ദൈവം കൈവിടത്തില്ല. അവിടെ നിന്ന് ആരോഗ്യത്തിൻ്റെ നൈൽ നദിയിൽ നിന്ന് മരണം മാത്രമാണ് ഡോക്ടർ, പാസ്റ്റർ, പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. നോ, എൻ്റെ ദൈവം അവിടെ നിന്ന് നിന്നെ വലിച്ചെടുക്കും. ആ രോഗത്തിൽ നിന്ന്, ആ രോഗക്കിടക്കയിൽ നിന്ന്, ആ ആശുപത്രിക്കകത്ത് നിന്ന് എൻ്റെ യേശു നിന്നെ വലിച്ചെടുക്കുക. റാഥലമ ഷെഖനെ. യെസ്, പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ?
എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകും. ഉപവസിക്കുവാൻ റെഡിയാണോ? ആ വീണുപോയ ഉപേക്ഷിച്ചു പോയ ബിസിനസ് നിനക്ക് സങ്കടമാണ്, അത് വിട്ടുകളഞ്ഞതുകൊണ്ട് അല്ലേ? നിൻ്റെ ഒത്തിരി നാളത്തെ സ്വപ്നമാണ്, നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതിനെ വലിച്ചെടുക്കുക. ജപ്തിയായി പോകും, നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ആദ്യമൊക്കെ ഓടി എങ്ങനെയെങ്കിലും ജപ്തി ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും അത് തിരിച്ചു പിടിക്കണം, അതെൻ്റേത് തന്നെ ആയിരിക്കണം, എൻ്റെ മക്കൾ ആ ഭവനത്തിനകത്ത്, എൻ്റെ ഭവനത്തിനകത്ത് തന്നെ വളരണമെന്നുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ അങ്ങനെ ഒരു സ്വപ്നവുമില്ല. പോട്ടെ, നോ, അത് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനെ അവൻ വലിച്ചെടുക്കും. നിൻ്റെ അനുഗ്രഹമായി, നിൻ്റെ സന്തോഷമായി, നിൻ്റെ തലമുറകളുടെ വർധനവും ആ ഭവനം കാണും. ഓറി തലമാ ഷെഖന ബിസിനസ്സിനെ എൻ്റെ ദൈവം വലിച്ചെടുക്കുക. നിൻ്റെ കരിയറിനെ നീ എറിഞ്ഞു കളഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇനി എനിക്ക് വേണ്ട, ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, ഈ കോഴ്സ് അത്രയ്ക്ക് അലഞ്ഞു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഇപ്പോൾ എല്ലാവരും കൈവിട്ടു. ചിലരൊക്കെ നോക്കി നിൽക്കുക. അവരുടെ മുമ്പേ എൻ്റെ കർത്താവ് നിന്നെ വലിച്ചെടുക്കുക. അവർ കാണുക, അവർക്ക് പ്രയോജനപ്പെടും വിധത്തിൽ മോശയെ വളർത്തിയ ദൈവം, ഉപേക്ഷിച്ച മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെടും വിധത്തിൽ നൈൽ നദിയിൽ തകർന്നു പോകാതെ പുറത്തു കൊണ്ടുവന്ന് മോശയെ വളർത്തിയ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് വളർത്തുവാൻ പോകുന്നു. പ്രാർത്ഥനയോടെ ഒപ്പം കൂടിക്കോ. ഈ മാസം ഇത് ഈ വർഷത്തേക്കുള്ള വളർച്ചയ്ക്കുള്ള ശക്തി സംഭരിക്കുന്ന മാസമാണ്. ഉപവാസവും പ്രാർത്ഥനയും അവിധത്തിൽ ശക്തി സംഭരിക്കുന്നവരാക്കി, ശക്തി പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും. അപ്പോൾ നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ക്രൈസ്തവ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നിങ്ങൾ എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ്, അതൊന്നും വിഷയമില്ല. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ക്രൈസ്തവ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുക. എല്ലാ ദിവസങ്ങളും രാവിലെ 7:30-ക്കും 8:30-ക്കും ഉണ്ടാക്കിയുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന പരമ്പരയുണ്ട്. ക്രൈസ്തവ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ, ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്കത് കാണുവാനും അനുഭവിക്കുവാനും കഴിയും. ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായി മാറുന്നുണ്ട്. ഓരോ ദിവസത്തെയും അനുഗ്രഹമായിട്ട് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. അപ്പം ജോയിൻ ചെയ്യണേ, മറക്കല്ലേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഈ വിവരങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ക്രൈസ്തവ ഫാമിലിയുടെ ആത്മീയമായി വളരുവാനും ഭൗതികമായി പ്രാപിക്കുവാനും വേണ്ടത് കർത്താവ് ക്രൈസ്തവ ഫാമിലിയോട് ഒരുക്കി തരും. വൈകുന്നേരങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. വളരെ അനുഗ്രഹമാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ബ്ലെസ്സിങ്. ജോയിൻ ചെയ്യണം. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള ക്രൈസ്തവ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് 3 മണിക്ക് കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന് പറയുന്ന സ്ഥലം, അവിടെ വെച്ചൊരു മീറ്റിംഗ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിൻ്റെ വേലയിൽ വളരുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ കടന്നു വന്നു. വലിയ അനുഗ്രഹമായിരിക്കും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് തന്ന ആലോചന പോലെ അപ്പോൾ ഇവർ ഉപേക്ഷിക്കപ്പെട്ടിടത്ത് നിന്ന് ഇവരെ ഇനി പ്രയോജനപ്പെടുത്തുവാൻ കഴിയത്തില്ല, ഇനി ഇവരെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞവരുടെ മധ്യത്തിൽ നിന്ന് സ്വർഗം ഇവരെ അങ്ങ് വലിച്ചെടുക്കണമേ. ഉപേക്ഷിക്കപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. പ്രയോജനമുള്ളവരായി ഇവർ മാറട്ടെ. യേശുവേ, അങ്ങ് ഇവരെ പ്രയോജനപ്പെടുത്തണമേ. ഒരു ധലമ ഷെഖനെ റാധൂറിയ ശബല റദരെ ഷന്താർഗന നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ പുറത്തു കൊണ്ടുവന്ന് അവർക്കും പ്രയോജനമുള്ളവരാക്കി സ്വർഗം അങ്ങ് തീർക്കണമേ. ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമാക്കി തീർക്കണമേ. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. സ്വർഗം അങ്ങ് മാനിക്കണമേ കർത്താവ്. നല്ല ജോലികളെ നൽകി മാനിക്കണമേ. ഈ വർഷം ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് അനുഭവിക്കുവാനും പ്രാപിക്കുവാനും തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളെ സ്വർഗം അങ്ങ് ഒരുക്കി നൽകണമേ. ഇതവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസങ്ങളായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസികമായ രോഗങ്ങൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ, കൺട്രോളാകാത്ത BP കൺട്രോളാകട്ടെ. മെഡിസിൻ കൊണ്ട് മാറാത്തത് പ്രാർത്ഥന കൊണ്ട് മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. തലമുറകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. തലമുറകളുടെ ഭാവിക്ക് വിരോധമായ എല്ലാ വെല്ലുവിളികളും പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങളെ ഈ വർഷം അങ്ങ് നൽകണമേ.
വസ്തുവകകൾ വാങ്ങട്ടെ. നല്ലത് നന്മയായി അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗമങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ നിരാശയുടെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാത ബന്യത പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ മറക്കേണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അറിയിക്കുക. നമുക്കൊരുമിച്ച് മുൻപോട്ട് പോകാൻ കർത്താവ് ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ശുഭദിനം. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.